കഴിഞ്ഞു പോയാൽ അത് റിട്ടേൺ ബാക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാനിലൂടെ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ എപ്പോഴും പറയുന്നത് ഇതിന് സമയമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. എല്ലാത്തിനും നമ്മളൊരു ടൈം കൊടുക്കുമ്പോൾ ആ ടൈമിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനും പോകും. അപ്പോൾ അധികം ചെയ്യുമ്പോൾ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും, പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ കുറയാൻ പറ്റും. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എൻഹാൻസ് ചെയ്യും. പിന്നെ നമ്മുടെ അച്ചീവ് ചെയ്യാൻ വെച്ചിരുന്ന ഗോൾ ടാർഗറ്റ് അച്ചീവ്മെന്റ് പോസിബിൾ ആവും. അത് പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവും. പിന്നെ പ്രോ സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവും. കാരണം നമുക്ക് ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം പെൻഡിങ് ആയിട്ട് അപ്പോൾ ലേസിനെസ് നമ്മുടെ ലൈഫിൽ മാറുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടൈം മാനേജ്മെന്റ് വേണം. പിന്നെ സെയിം പ്രോപ്പർ ലൈഫ് റൂട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് കാര്യങ്ങൾ ചെയ്താൽ ലൈഫിൻ്റെ എല്ലാ ഇതും നമുക്ക് പ്രോപ്പറായിട്ട് പോകും. ലേസിനെസ്, ടെൻഷൻ, extra sleep, okay, unwanted thought, very good. Sleep, laziness, പിന്നെ ഫുഡ്, unwanted talk. Okay, good. ഫോണിന്റെ യൂസ് ആണ് കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ വീഡിയോ ഗെയിംസ് പോലെയുള്ള കുട്ടികളുടെ ടൈം. പിന്നെ ഫ്രണ്ട്ഷിപ്പിലും ഒരു കൺട്രോളുണ്ട്. വാട്സാപ്പിൻ്റെ ആണെങ്കിൽ അതിനും ഒരു ടൈം വെച്ചിട്ട് അത് കൺട്രോൾ ഉണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കുന്നു, അത് ചെയ്യാനുണ്ടല്ലോ ആദ്യമേ അതൊക്കെ ചെയ്തിട്ടില്ലല്ലോ. ഒന്നുകൂടെ നമ്മളിൽ തന്നെ പറയിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴാണ് നമുക്കത് കുറച്ചുകൂടെ ഇന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാവുന്ന കൂടെ പോലെ. എസ്പെഷ്യലി ചിലപ്പോൾ ഒന്നും പറയാതെ മാറിയിരിക്കുമായിരുന്നു. പക്ഷെ ഓരോരുത്തരും മാറി മാറി പറയണമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും സാറിന് പല കാര്യങ്ങളും ടൈം മാനേജ്മെന്റിലൂടെ ചെയ്യാനായിട്ട് സാധിച്ചു എല്ലാവർക്കും മനസ്സിലായി.